സർ, എറണാകുളം ദർബാർ ആർട്ട് ഹാളിൽ ഒരു ചിത്ര പ്രദർശനം നടത്തുന്നു. ആ പ്രദർശനത്തിൽ ഈ മുരളി എന്ന് പറയുന്നതാണ് പുതിയ അക്കാദമിയുടെ ചെയർമാൻ. മുരളിയാണ് ഇതിനെല്ലാം അംഗീകാരം കൊടുത്തത്. പക്ഷേ ഇതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ വളരെ മോശപ്പെട്ടതാണ്. ഇപ്പോൾ നിൻ്റെ എവിടെയോ തീ പിടിച്ചിരിക്കുന്നു, ഒരു സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പിന്നെ നീ വന്ന് നിൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സാധനം, ഇങ്ങനെ കുറേ അധികം തെറിവാക്കുകളാണ്. അപ്പം നാട്ടുകാരെല്ലാം ഈ തെറിവാക്കുകൾ കണ്ട് ആസ്വദിച്ചോളാനാണ്. കാരണം അവിടുത്തെ ജീവനക്കാർ പേടിക്കുകയാണ് ഈ തെറിവാക്കൊക്കെ കണ്ടിട്ട് അവരെ ആളുകൾ കയ്യേറ്റം ചെയ്യുമെന്ന്. അപ്പോൾ സാധാരണക്കാരായ കലാകാരന്മാർക്ക് അവിടെ ഒരു പ്രദർശനം പോലും നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? ലളിതകലാ അക്കാദമിയുടെ ഈ പ്രദർശനം ഫ്രഞ്ച് അൾജീരിയൻ വനിത ആർട്ടിസ്റ്റ്, കലാകാരി, ചിത്രകാരി ഹനാൻ ബെനാമർ, ഈ ഹനാൻ ബെനാമറിൻ്റെ ചിത്രങ്ങളാണ് ഈ പ്രദർശനം. അതാണ് ഈ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ, ലളിതകലാ അക്കാദമിയുടെയാണ്. അതെ. അപ്പോൾ അവിടെ നടക്കുന്നത് അത് മുമ്പ് കൊച്ചി രാജാവിൻ്റെ ഈ അരിയിട്ട് വാഴ്ച, അതായത് അഭിഷേകം, കിരീടധാരണമൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു ദർബാർ ഹാൾ പാലസ് എന്ന് പറയുന്നത്. അത് പിന്നീട് ലളിതകലാ അക്കാദമിക്ക് വിട്ടുകൊടുത്തിട്ട് അത് ഗാലറി ആയി മാറിയിരിക്കുകയാണത്. അപ്പോൾ TS സത്യപാല് അക്കാദമി സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ അത് കുറേയും കൂടി വിപുലപ്പെടുത്തി അവിടെ ഒരു ലൈബ്രറി വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതുപോലൊരു ചിത്ര പ്രദർശനം, ഞാനും ചില ചിത്ര പ്രദർശനങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്, അവിടെ സംസാരിച്ചിട്ടുമുണ്ട് ചിലതിൽ. ഈ ഇങ്ങനൊരു ചിത്ര പ്രദർശനം അവിടെ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് വെളുത്ത കടലാസ് ഉണ്ടല്ലോ, വെളുത്ത കടലാസിൽ കുറെ തെറിവാക്കൊക്കെ എഴുതിയിട്ടേ ഇത് ചിത്രം എന്ന് പറഞ്ഞിട്ട്, അത് വളരെ അശ്ലീലമായ വാക്കുകളല്ലേ. അത് ചിലതിപ്പോ പ്രേക്ഷകര് ക്ഷമിക്കണം, ചില വാചകങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോ, ഇംഗ്ലീഷ് വാചകം, അത് പരിഭാഷ ചെയ്തപ്പോൾ തന്നെ കുഴപ്പം വന്നിട്ടുണ്ട് മലയാളത്തിൽ. അതായത് ഇംഗ്ലീഷിലൊരു വാചകത്തിൻ്റെ ഒരു സെൻസ് ഉണ്ടല്ലോ, അതിന് തത്തുല്യമായ മലയാളവും കാണും. അത് നമ്മൾ എഴുതുമ്പോഴേ പത്രപ്രവർത്തനത്തിലൊക്കെ നമ്മൾ പെട്ടെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുക. പല വാക്കുകളും ഈ മലയാളത്തിലൊക്കെ വായിക്കുന്നതൊക്കെ തോമസ് ജേക്കബൊക്കെ ചില ലേഖനത്തിലൊക്കെ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സംഭാവനയാണെന്ന്. ഉദാഹരണത്തിന് പണ്ട് KR ചുമ്മാറൊക്കെ എഴുതിയിരുന്നത് സഭയുടെ ബെല്ലിൽ അവർ ധർണ നടത്തി എന്നൊക്കെ ആയിരുന്നു, ഓർക്കുന്നില്ലേ? ഇത് നടുത്തളം ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ഞാനാണ്. ഇങ്ങനെ നമ്മൾ പരിഭാഷ ചെയ്ത് പെട്ടെന്ന് തോന്നുന്നത് ചെയ്തൊക്കെ പിന്നീട് മലയാളത്തിലെ തന്നെ വാക്കുകളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ സ്ത്രീ ഇംഗ്ലീഷിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഈ സ്ത്രീ പ്രധാനമായിട്ടും ഈ പല സ്ഥലത്തെ തെറി അന്വേഷിച്ചറിഞ്ഞിട്ടേ, ആഗോളതലത്തിലുള്ള തെറി മുഴുവൻ അന്വേഷിച്ചറിഞ്ഞിട്ട് ഇത് നോർവീജിയൻ ഭാഷയിലേക്ക് മാറ്റിയെടുത്തിട്ട് ആണ് ഇവർ ഈ ചിത്രങ്ങളിലൊക്കെ ചേർത്തതെന്നാണ് പറയുന്നത്. ഇതിൽ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, കാമുകനുമായിട്ട് അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാമുകനെ ധാരാളമായിട്ട് ഇവർക്ക് തെറി വിളിക്കണമെന്ന് തോന്നി. ഇത് മുഴുവനാണ് ഇവർ കടലാസിൽ എഴുതി വെച്ചതെന്ന് ഒരു കലാകാരൻ എന്നോട് പറഞ്ഞു. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? അവർക്കൊരു പുരുഷനോടൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുതുകത്ത് വെക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ തെറി എഴുതി വെച്ചിരിക്കുന്ന കടലാസ്, ഈ ചിത്രങ്ങളുണ്ടല്ലോ, ഈ തെറി കുറെ സാധനങ്ങൾ ഹോജിമിൻ എന്ന് പറഞ്ഞ നമ്മുടെ ചിത്രകാരന്മാരിൽ ഒരാൾ, കേരളത്തിലെ ഹോജിമിൻ പോയി ഇത് മുഴുവൻ കീറിക്കളഞ്ഞു. ഈ കുറെ തെറി ഹോജിമിൻ വല്ല ചാണകസംഖ്യയായിരുന്നു എന്ന് കരുതുക. എന്തായിരുന്നു എന്നെ ഇവിടുത്തെ പുകിലും പുലിവാലും? ഹോജിമിൻ എന്നുള്ള പേര് വെച്ച് തന്നെ അറിഞ്ഞൂടെ? വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ? അപ്പൊ ഹോജിമിൻ എന്ന് പറയുന്ന ആള് ശരിക്കും ഇടതുപക്ഷ ഇല്ലേ അനുഭാവിയായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ആളുകളെ മുഴുവൻ ഭള്ളു പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലേ ഇടതുപക്ഷം. ആരെയും എന്തും പറയാന്ന് വിചാരിക്കുന്നവരാണ്. ഹോജിമിനാണ് പോയി ഇത് കീറിയിരിക്കുന്നത്. അപ്പൊ സുധീഷ് കോട്ടയമ്പ്രം എന്ന് പറഞ്ഞൊരു ചിത്രകാരനുണ്ട് അറിയപ്പെടുന്ന. ഈ സുധീഷ് കോട്ടയമ്പ്രം ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട് ഹോജിമിന്. അതിൽ പറയുന്നത് നമ്മളൊക്കെ ഫാഷിസത്തിനെ എതിർക്കുക, അതിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയായിട്ടല്ലേ നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. ഇനി അങ്ങയുടെ കൂടെ എങ്ങനെയാണ്
നമ്മൾ ഫാഷിസത്തെ ഒന്നിച്ച് എതിർക്കുന്നത് എന്നൊക്കെയാണ് ഈ സുധീഷ് കോട്ടേമ്പറത്തിന്റെ. ഫാഷിസവും തെറിയുമായിട്ട് എന്ത് ബന്ധമില്ലേ? അതെ, തെറി എന്ന് പറയുന്നത് തെറിയായിട്ട് തന്നെയല്ലേ നിൽക്കുന്നുള്ളൂ ഏത് ഭാഷയിലും. അത്രേ ഉള്ളൂ. ഇത് സംഗീത തെറി പറഞ്ഞാലും തെറി തന്നെ അല്ലേ, കമ്മ്യൂണിസ്റ്റ് തെറി പറഞ്ഞാലും ശരി തെറി തന്നെ. ഹന്ന ബെനാമർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് അൾജീരിയൻ ആർട്ടിസ്റ്റ് വന്ന് ഈ തെറി എഴുതി വെച്ചാലും തെറി തന്നെ. ഇത് എല്ലാവരും വലിയ ചിത്രകാരന്മാരൊന്നുമല്ല. ഇവർ മനസ്സിലാക്കുന്ന പോലെയൊന്നും ചിത്രകല നമ്മൾ മനസ്സിലാക്കണമെന്നില്ല. നമുക്കിത് തെറിയാണ്. ഇത് നമുക്ക് പൊതുസ്ഥലത്ത് അനുവദിക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല എന്ന് ഹോജിമിന് തോന്നിയെങ്കിൽ, സഹചിത്രകാരനാണല്ലോ ഹോജിമിൻ, ഹോജിമിന് അത് തോന്നിയെങ്കിൽ പൊതുജനത്തിന് എന്ത് തോന്നും? പൊതുജനത്തിന് വലിയ വിരോധം ഇതിനോടുണ്ടായിരുന്നു, പ്രതിഷേധത്തിൻ്റെ. പിന്നെ ഇത് പൂച്ചയ്ക്ക് അരമണി കിട്ടുന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഹോജിമിൻ ഇതിന് മുന്നിട്ടിറങ്ങി ഇത് കീറിക്കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവര് ഈ അശ്ലീലം മുഴുവൻ ലോകത്ത് പല ഭാഗത്തു നിന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നോർവീജിയൻ ഭാഷയിലേക്ക് മാറ്റിയിട്ട് ഈ ലൈനോ കട്ട് ചെയ്തതാണെന്ന് ഈ ചിത്രം ഇങ്ങനെ വന്നത്. തെറി അങ്ങനെ ഇവരെഴുതിയ തെറി മലയാളത്തിലാക്കിയപ്പോൾ ഒരു പ്രശ്നം വന്നത്, 1-2 പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഈ പ്രദർശനത്തിൻ്റെ പേര് മൊത്തത്തിൽ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്നാണ്. ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന് പറഞ്ഞാൽ ഈ തന്തയ്ക്ക് വിളിക്കുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നീ പോയി നിന്റെ അച്ഛനെ കഴിക്ക് എന്നാണ് മലയാളം പരിഭാഷ ചെയ്തിരിക്കുന്നത് ഇവിടെ. ഗോ ആൻഡ് ഈറ്റ് യുവർ ഡാഡ്. ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇത് ഈ സെക്ഷ്വൽ അണ്ടർ ടോൺസ് ഉള്ളൊരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ. ഗോ ആൻഡ് ഈറ്റ് യുവർ ഡാഡ് എന്ന് പറയുമ്പോൾ വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ നിന്റെ അച്ഛനെ പോയി ഉപയോഗിക്കുക ആണ് അതിന് ശരിക്കും അർത്ഥം വരിക. പക്ഷെ ആ ഇംഗ്ലീഷിലെ ശൈലിയുടെ അർത്ഥം അറിയാത്ത ഏതോ പോങ്ങനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈറ്റ് എന്നുള്ളത് നീ പോയി നിന്റെ അച്ഛനെ കഴിക്കുക എന്നാണ്. വേറൊരു വാക്ക് ആ കഴിക്കുക എന്നുള്ളിടത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറേയും കൂടി ഈ അർത്ഥം ശരിയായിട്ട് കിട്ടുമായിരുന്നു. അപ്പോഴും തെറി തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രേക്ഷകർ ക്ഷമിക്കണം, ഇതിൻ്റെ അകത്ത് വേറൊരു വാചകം, ദർ ഇസ് എ ബ്രൂം ഇൻ യുവർ ആസ്. ദർ ഇസ് എ ബ്രൂം ഇൻ യുവർ ആസ്. ഇതിന്റെ പരിഭാഷ. ആസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കഷ്ടമാണ്. ദർ ഇസ് എ ബ്രൂം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂലാണ്, ആപ്പിന്റെ ചിഹ്നം. ആപ്പുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. അത് നിന്റെ ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണല്ലോ ഇത് ഇംഗ്ലീഷിൽ ഈ ശൈലി വരുന്നത്. ദർ ഇസ് എ ബ്രൂം ഇൻ യുവർ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വലിയ പരിഭ്രാന്തി വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ആകെ നീ വെകിളി പിടിച്ചിരിക്കുന്നു. ഇത് സത്യത്തില് ഇംഗ്ലീഷ് അർത്ഥം വരുമ്പോ ഈ രാത്രി നമ്മൾ പ്രേതത്തിനെയൊക്കെ കണ്ട് അല്ലേ പേടിക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് ചകിതിരൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് there is a broom in your ass എന്നൊക്കെ പറയുന്നത്. ഇത് അർത്ഥം മനസ്സിലാകാതെ ഇയാള് പരിഭാഷ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഗാലറിയിൽ കാണുന്ന നിന്റെ കുണ്ടിയിൽ ഒരു ചൂലുണ്ട് എന്നാണ്. അതായത് ഇംഗ്ലീഷിൽ കിട്ടുന്ന ഒരു വാചകത്തിന്റെ ആ വാച്യാർത്ഥം എന്ന് പറയില്ലേ, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ വാക്കിന്റെ അർത്ഥം എടുത്തിട്ടുണ്ട്. നിന്റെ ആസനത്തിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന് ഇത് പരിഭാഷ ചെയ്തിരുന്നെങ്കിൽ ഇല്ലേ, മലയാളത്തിന് കുറച്ചുകൂടി ഹനുമാന്റെ വാലിന് തീ പിടിച്ച പോലെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ അർത്ഥം കിട്ടിയേനെ, കുറച്ചുകൂടി അയാൾ തെറി കുറഞ്ഞു കിട്ടിയേനെ എന്ന് പറഞ്ഞ പോലെ ആണ്. എന്നിട്ട് ഇതിനെ മുഴുവൻ ന്യായീകരിച്ച് നടക്കുകയാണ് ഈ മുരളി എന്ന് പറഞ്ഞ ഈ മാർക്സിസ്റ്റ് ലളിതകല പ്രസിഡന്റോ എന്തോ അങ്ങേരാണ് ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പ്. ഇങ്ങേര് ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ അശ്ലീലം മുഴുവൻ, ആഗോള അശ്ലീലം മുഴുവൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാഷിസത്തിനെതിരായ പ്രതിരോധം തീർക്കലാവുമോ? എന്താ സിനുജിക്ക് തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ വരുന്ന ആളുകളെ ശരിക്കും അപഹസിക്കുകയല്ലേ. കാരണം ഇതിനകത്ത് എന്താണ് ഈ അർത്ഥമെന്ന് അവിടെ നിൽക്കുന്ന ജീവനക്കാരോട് ചോദിച്ചാൽ ചിലപ്പോൾ ജീവനക്കാർക്ക് ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവണമെന്നില്ല. ജീവനക്കാർ കാണുന്ന ആ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന തെറി മാത്രമല്ലേ. അപ്പൊ ഇത് കാണാൻ വരുന്ന ആളുകൾ ഇവരോട് തട്ടിക്കയറില്ലേ, നീക്ക് എന്താ ഈ കാണിക്കുന്നത് നമ്മളെ പോലെ. ഇപ്പൊ വരുന്നവര് പിന്നെ ഇതിനകത്ത് ചിത്രമായിട്ടൊന്നും ഇല്ല സിനുജി. വെള്ളക്കടലാസിലൊക്കെ തെറി, അതെ വെള്ളക്കടലാസിൽ കുറെ തെറി എടുത്ത് എഴുതി വെച്ചിരിക്കുന്നു. പച്ച തെറി എഴുതി വെച്ചിട്ട് അത് പോയി
ആണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഇതിന്റെ ഇതിന് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഇങ്ങനൊരു കഥയുണ്ട്. അവര് കാമുകനുമായിട്ട് പിരിഞ്ഞപ്പോ കാമുകൻ തേച്ച് കഴിഞ്ഞപ്പോ കാമുകനെ തെറി വിളിക്കണം. ഇത് ആഗോളമായിട്ട് നടന്ന് ഇവർക്ക് തെറി വിളിക്കണം. അതിന് നമ്മൾ പ്രദർശന സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് എന്തിനാണ്? അതെ. അപ്പൊ എത്ര പേരുടെ അവസരങ്ങളൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 1 മാസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിനൊരു ചെയർമാൻ ഉണ്ടാവില്ല, അയാൾക്ക് എന്തായാലും റോള്? ഏത് ഈ അക്കാദമി ആരാണെങ്കിലും മറ്റേ സഖാവാണല്ലോ. ഇത് മഹത്തായ കലാസൃഷ്ടിയാണെന്നായിരിക്കുമല്ലോ സഖാവ്. ഇപ്പൊ സുധീഷ് കോട്ടയംപുറം ഇല്ലേ, ഇതും നേരത്തെ TS സത്യപാലൊക്കെ ഉണ്ടായിരുന്നപ്പോ എന്തൊക്കെയോ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സുധീഷ് കോട്ടയംപുറം. അപ്പൊ അതുകൊണ്ട് ഇത് മഹത്തായ കലയാണ്. പലതരം ചിത്രകലയില് ഒരുപാട് ക്യൂബിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, പിക്കാസോയുടെ കാലത്ത് ഈ ഗുർണിക്ക എന്നൊക്കെ പറഞ്ഞുള്ള ചിത്രങ്ങൾ ഇല്ലേ, പിന്നെ കുറെ ആളുകൾ ന്യൂഡ് വരയ്ക്കുക ഇല്ലേ, മോദി ഗിളിയാനിയെ പോലുള്ള ചിത്രകാരന്മാര്. ചിത്രകലയെ പറ്റി എനിക്കും കുറച്ച് വിവരമുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ പല കാലത്തൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പുതിയ ചില സംഭവങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നഗ്നമായ ചില ശില്പകലകൾ. കാനായി കുഞ്ഞിരാമൻ വളരെ മാന്യനായ ഒരാളാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ചിത്രകലയിൽ ന്യൂഡിറ്റി ഒക്കെ ആകാം, അതൊന്നും പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. രവിവർമ്മ വളരെ അല്ലേ മാന്യമായ ചിത്രരൂപങ്ങളും ഒക്കെ വരച്ച് നടന്നിട്ടൊക്കെ ഉണ്ട്. അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ ഈ ന്യൂഡായിട്ട് നിന്ന് കൊടുക്കുന്നവർക്ക് പൈസ ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അനാട്ടമി വരയ്ക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ തെറി എഴുതി വെച്ച് കഴിഞ്ഞാല് ഇത് കലയാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളിവിടെ തെറിപ്പാട്ട് പാടിയിട്ട് അയാൾ മഹത്തായ പാട്ടുകാരനാണ് എന്ന് പറഞ്ഞല്ലേ. വേടൻ പാടുന്ന പാട്ടിൽ തെറി വാക്കുകളുണ്ട്, തമിഴില് തെറിയല്ലായിരിക്കും ആ ഒരു പ്രത്യേക വാക്ക് അല്ലേ, പക്ഷെ ഇവിടെ തെറിയാണല്ലോ. അപ്പൊ നമ്മൾ പൊതു ഇടത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഈ കലയ്ക്കൊക്കെ? മറ്റേ ഇതൊക്കെ ശരിയാണെന്ന് പറയുന്ന ഈ ലളിതകലാ അക്കാദമിയുടെ സഖാവ് ഭാരവാഹി ഉണ്ടല്ലോ, മുരളി സഖാവ് വലിയ കലയാണെന്നും പറഞ്ഞിട്ട് നാളെ ഈ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ വന്നിട്ട് തുണി അഴിച്ചിട്ട് നിൽക്കുവോ? മുരളി സഖാവ് നിൽക്കുവോ? അങ്ങനെ നിൽക്കുമ്പോ അതും ഇൻസ്റ്റലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കൈകൊട്ടാനും ആരവം മുഴക്കാനും ചില സഖാക്കളൊക്കെ ഉണ്ടായിന്ന് വരും. ഗംഭീര ഇൻസ്റ്റലേഷൻ, ജൈവ ഇൻസ്റ്റലേഷൻ അല്ലേ, ജീവനുള്ള ഇൻസ്റ്റലേഷൻ, ലൈവ് ഇൻസ്റ്റലേഷൻ എന്നൊക്കെ മുരളിക്ക് കൈകൊട്ടി കൊടുക്കാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ മുരളി ഇത് തെറിയാണ്. മുരളി വീട്ടിൽ പോയി ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ, അമ്മ പെങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ, ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്, ഉണ്ടെങ്കിൽ ചോദിക്കണം ഇത് കലയാണോ തെറിയാണോ. വീട്ടിൽ നിന്നുകൂടി അഭിപ്രായം സ്വീകരിച്ചിട്ട് വേണം ഇതുപോലുള്ള ഈ എംബോക്കിസം നടപ്പാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.